പരിക്കേറ്റവരെ കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റവരെ പിന്നീട് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോയിട്ടുള്ളത്. വൈകിട്ടാണ് ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. ഭഗവതി ക്ഷേത്രമാണ്, ഉത്സവം നടക്കുന്നു. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെയാണ് ഒന്നിലധികം ആനകൾ പങ്കെടുത്തുകൊണ്ടുള്ള എഴുന്നള്ളിപ്പ്. ഈ എഴുന്നള്ളിപ്പ് വരുന്നതിനിടെ വെടിക്കെട്ട് കൂടി ഉണ്ടായിരുന്നു ദിവിഷ. അപ്പോൾ ഈ വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് ഒരാന ഇടഞ്ഞത്. ഇത് ആദ്യമേ തന്നെ ഇങ്ങനെ ഓടി ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഓഫീസ് കെട്ടിടമാണ്. ആ കെട്ടിടം അതിലേക്കാണ് ആന ഓടിക്കയറിയത്, തകർത്തു. അതിനുശേഷം മറ്റൊരാനയെ കുത്തി. ഇതും കൂടി രണ്ടാനകളും കൂടി ഓടുകയാണ് ഉണ്ടായത്. പരിഭ്രാന്തരായ ഭയന്നു കുറച്ച ജനങ്ങൾ നാലു ഭാഗത്തേക്കും ഓടുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഈ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ജീവഭയത്തിൽ ഓടുന്ന ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത്. 16 പേർക്ക് പരിക്കുണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത്. ഇത്രയും ആളുകളാണ് ആശുപത്രിയിലേക്ക് നിലവിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യമേ തന്നെ അടുത്തുള്ള കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ദിവിഷ കൊണ്ടുപോയത്. പിന്നീട് അവിടെ നിന്ന് ഗുരുതരമായി പരിക്കുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഏതായാലും കുറച്ചു സമയം ഈ വളരെ ആശങ്കാജനകമായ ഭയാനകമായ രണ്ടുപേരുടെയും അവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണോ മരണം സംഭവിച്ചത്, അതോ അവിടെ വെച്ച് തന്നെ ഈ വല്ലാത്തൊരു സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു ആ ഉത്സവ സ്ഥലത്ത് വെച്ച് തന്നെ? നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഈ അവര് നിലത്ത് വീട് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നതാണ്. ഏതായാലും അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം കൊയിലാണ്ടിയിൽ തന്നെ സമീപത്ത് മറ്റൊരു ക്ഷേത്രത്തിലും ആനയിടിഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആൾനാശമൊന്നും സംഭവിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. എന്നാലും പിന്നീട് ഇപ്പോൾ കൊയിലാണ്ടിയിൽ വീണ്ടും ആന ഇടഞ്ഞിരിക്കുകയാണ്. ഇവിടെ 2 പേർക്ക് ജീവൻ നഷ്ടമായി. ബാക്കിയുള്ള 15-ലധികം ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ്. ഒരാളുടെ നില ഗുരുതരമെന്ന് പറയുന്നല്ലോ, അവരെ വേറെ ആശുപത്രിയിലേക്ക് എന്തെങ്കിലും മാറ്റിയോ? ഗുരുതരമായി പരിക്കേറ്റവരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, മാറ്റിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയത്തിനകം എത്തുമെന്ന് മനസ്സിലാക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സമീപത്തെ സ്വകാര്യ ആശുപത്രികളുമാണ് ഉള്ളത്. ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉത്സവം നിർത്തിവെച്ചു എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ ആനകളെ 2 പേരെയും തളയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഇല്ലെങ്കിൽ വളരെ വലിയ അപകടമായി മാറിയൻ എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ തന്നെയും ഈ ആനകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മനുഷ്യർക്കെതിരെ ആക്രമണം ഉണ്ടായോ, അതോ ആനകൾ പരക്കം പായുന്നതിൽ നാട്ടുകാർ ഭയന്ന് ഓടിയത് കൊണ്ടുള്ള അപകടമാണോ സംഭവിച്ചത്, അതോ ആന ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചോ? അതായത് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരപ്രകാരം ആന ഇടഞ്ഞ് ആളുകൾക്കിടയിലേക്ക് ഓടി എന്നതാണ്. ഒരാന ആദ്യമേ ഇടഞ്ഞു, അത് ഓഫീസ് കെട്ടിടം തകർത്തു, ആളുകൾക്കിടയിലേക്ക് ഓടി, മറ്റൊരാനയെ കുത്തി. അങ്ങനെ 2 ആനകളും ജനങ്ങൾക്കിടയിലേക്ക് ഓടിക്കയറി. ആ സമയത്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയ ആളുകളാണ് തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടതെന്ന വിവരമാണ്. അത് ആന നേരിട്ട് ആക്രമിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. മറിച്ച് അവിടെ നിന്നുള്ള ആളുകൾ അറിയിക്കുന്നത് തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾ ഓടുന്നു. ബാക്കിയുള്ള ആളുകൾ ഈ തിക്കിലും തിരക്കിലും വീണ് കിടക്കുന്ന ആളുകളെ മറ്റുള്ളവർ ചവിട്ടിയൊക്കെ ഓടുന്നു. ആ വിധത്തിൽ ആണ് അപകടം സംഭവിച്ചതെന്നാണ് നിലവിൽ ഏതായാലും അധികൃതർ അറിയിക്കുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. ആളുകൾ ഗുരുതരമായി പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവർ താലൂക്ക് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിലാണുള്ളത്. ലീല, അമ്മുക്കുട്ടി എന്നീ 2 സ്ത്രീകൾക്കാണ് ദാരുണമായി അന്ത്യം സംഭവിച്ചിരിക്കുന്നത്.